Hello everyone, welcome to Disha Academy. നമുക്ക് ഇന്ന് സ്പീഡ് മാത്സ് ആണ് പഠിക്കാനുള്ളത്. മാത്സിൽ എത്രമാത്രം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്, അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. ടൈം മാനേജ്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് മാത്സ് ബാങ്ക് എക്സാംസ് ആണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സ്പെഷ്യലി ബാങ്ക് എക്സാംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് എക്സാംസ് കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആണ്. SSC റെയിൽവേ എക്സാംസ് ഒക്കെ ആണെങ്കിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലോജിക്കൽ ലെവലാണ്. ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും SSC റെയിൽവേ എക്സാംസിന് കാണും. എന്നാൽ മാത്സിന്റെ കേസിൽ നമ്മുടെ ബാങ്ക് എക്സാംസ് കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആണ്. കാൽക്കുലേഷൻ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കൊരു 5 to 10 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് എന്തായാലും ലോജിക്ക് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സ്പീഡ് മാത്സ് വേണം, മാത്സിന്റെ കാൽക്കുലേഷൻ സ്പീഡ് വേണം. അതുപോലെയുള്ള മിക്ക അരിത്തമെറ്റിക് സെക്ഷൻസിന്റെയും ലാസ്റ്റ് സെക്ഷൻ സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു സിംപ്ലിഫിക്കേഷൻ പാർട്ട് ചെയ്യാനായിട്ടും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും അതുപോലെ അഡിഷൻ സബ്ട്രാക്ഷൻ അതുപോലെ ഡിവിഷൻ ട്രിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി 15 into 8. എല്ലാവരും പെട്ടെന്ന് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്തേ. 15 into 8 എങ്ങനെയാണ് നമുക്ക് 15 into 8നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് 15 into 8 ചെയ്യാൻ ഒരു വഴി എന്ന് വെച്ചാൽ 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ അറിയാവുന്നവർക്ക് 15 into 8 ഡയറക്റ്റ് ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാക്സിമം പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറും ഈവൻ നമ്പറും വരുവാണെങ്കിൽ, ഒരു നമ്പർ 5ൽ എൻഡ് ചെയ്യുന്നതാണ്, കൂടെ ഒരു ഈവൻ നമ്പർ വരുവാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാക്സിമം പഠിക്കുക. 15 into 8ന്റെ ട്രിക്ക് ഞാൻ പറയുന്നത് 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല. അത് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിരിക്കണം, സ്ക്വയേഴ്സ് പഠിച്ചിരിക്കണം, ക്യൂബ്സ് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും എല്ലാം ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ 15 into 8 എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. 15നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ കൂടെ ഒരു ഈവൻ നമ്പർ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾ 15നെ ഡബിൾ ചെയ്യുക, 8നെ ഹാഫ് ചെയ്യുക. 15ന്റെ ഡബിൾ 30 ആണ്, 8ന്റെ ഹാഫ് 4 ആണ്. 15ന്റെ ഡബിൾ എടുക്കുക, 8ന്റെ പകുതി എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ 3 into 4 ചെയ്തിട്ട് ഒരു 0 കൊടുത്താൽ മതി. അപ്പൊ 15 into 8 is equal to 120 എന്ന് എഴുതാം. വിത്തിൻ സെക്കൻഡ്സ് എഴുതാം. 15ന്റെ ഡബിൾ 30 ആണ്, 8ന്റെ ഹാഫ് 4 ആണ്, 30 into 4 120 ആണ്. സോ സിമിലർ ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. 35 into 8. 35 into 8. ഒരു പക്ഷെ നിങ്ങൾ 35 വരെയുള്ള ടേബിൾ പഠിക്കണം എന്നില്ലല്ലോ. 35 വരെയുള്ള ടേബിൾ പഠിക്കണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക. 35 into 8 കിട്ടിയോ ആൻസർ? 70 into 4 ചെയ്താൽ പോരെ, 280 അല്ലേ. 70 into 4 ചെയ്താൽ പോരെ. 35ന്റെ ഡബിൾ 70 ആണ്, 8ന്റെ ഹാഫ് 4 ആണ്. സോ 70 into 4 എന്ന് പറയുന്നത് 280 ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35 into 16. 35 into 16 എന്ത് വരും ആൻസർ? യെസ്, 70 into 8 ചെയ്താൽ മതി. 70 into 8 ചെയ്താൽ മതി. 7 into 8 56 ആണ്. സോ 560 എന്ന് വരും അല്ലെ. 560. വെരി ഗുഡ്. നമുക്ക് എങ്ങനെ ചെയ്യാം? 70 into 8 ചെയ്യാം. 70 into 8 ചെയ്താൽ മതി അല്ലെ. 35ന്റെ ഡബിൾ 16ന്റെ ഹാഫ്. സോ 560. എല്ലാവർക്കും കിട്ടിയല്ലോ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. സോ അതിനു മുമ്പ് നമുക്ക് SSC റെയിൽവേ ബാങ്ക് എക്സാമിന്റെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കിട്ടുന്ന കോൺടാക്ട് നമ്പറിൽ മസ്റ്റ് ആയിട്ടും കോൾ ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ ആക്സസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇനി ഓഫ്ലൈൻ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ആണ് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴുള്ള ഒരു സ്പെഷ്യൽ ബാങ്ക് എക്സാം ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി ബാങ്ക് എക്സാംസിന്റെ സീസൺ ആണ്. ഇയർലി നമുക്ക് എത്ര ബാങ്ക് എക്സാംസ് വരുന്നതെന്ന് അറിയാലോ. SBI PO, SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, ഇൻഷുറൻസ് എക്സാംസ് വരുന്നുണ്ട്, നബാർഡിന്റെ എക്സാംസ് വരുന്നുണ്ട്, RBIയുടെ പല ഗ്രേഡിലുള്ള എക്സാംസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. May 26ന് ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര ബ്രാഞ്ചസിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ
45 into 18. ഒന്ന് പെട്ടെന്ന് ചെയ്തേ. 45 into 18 സെയിം പ്രിൻസിപ്പിൾ ആണ്. 45നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ. 45 ന്റെ ഡബിൾ 90, 18 ന്റെ ഹാഫ് 9. 9 into 9 81, 810. കിട്ടിയോ? 810. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? 45 ന്റെ ഡബിൾ എന്താണ്? 90 ആണ്. 18 ന്റെ ഡബിൾ 90 into 18 ന്റെ ഹാഫ് 9 ആണ്. സോ 810. ഓക്കെ ആണല്ലോ? ഈസി ആണല്ലോ? അപ്പൊ 45 into 18 ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കില്ലല്ലോ ഇനി മുതൽ. 45 into 18 കണ്ടു കഴിഞ്ഞാൽ ഉടനെ എഴുതണം 90 into 9. ഒരെണ്ണം ഡബിൾ എടുക്കുമ്പോൾ ഒരെണ്ണം ഹാഫ് ആവും. ഓക്കെ, നെക്സ്റ്റ് 55 into 22. 55 into 22. ഇതുപോലെ ഒന്ന് പറഞ്ഞേ. 55 into 22. 55 ന്റെ ഡബിൾ എന്താണ്? 110 ആണല്ലേ? 50ന്റെ ഡബിൾ 100 ആണ്. 55ന്റെ ഡബിൾ 110 ആണ്. കൂടെ എടുക്കേണ്ടത് 22ന്റെ പകുതി. അപ്പൊ 110 into 11 വരും. 110 into 11 എളുപ്പം ചെയ്തൂടെ? കാരണം 11ന്റെ സ്ക്വയർ അറിയാം, 121. then 1210 കൊടുത്താൽ പോരെ? 1210. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. 55ന്റെ ഡബിൾ എഴുതുക. 110 ആണ്. 110 ആണ്. അതിന്റെ കൂടെ 22ന്റെ ഹാഫ് എഴുതുക. 11 ആണ്. സോ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഇവിടെ ഈസി ആണ്. 11 into 11 121 ആണ്. പിന്നെ ഈ സീറോയും കൂടെ കൊടുത്താൽ മതി. 1210 വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 25 into 8. 25 into 8 ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ. 25 into 8 ചെയ്യാനായിട്ട് 25ന്റെ ഡബിൾ 50 ആണ്. 8ന്റെ ഹാഫ് 4 ആണ്. 5 into 4 20 ആണ്. സോ 200 ആണ് അല്ലെ? ഒരു പ്രത്യേകത 25ന്റെ കേസിൽ 25 into 4 100 ആണ്. നമുക്ക് അത് വെച്ചിട്ടും പ്രോബ്ലം ചെയ്യാം. 25 into 100 എന്താണ്? സോറി, 25 into 4 എന്താണ്? 100 ആണ്. ആ ഒരു ട്രിക്ക് വെച്ചും ഈ പ്രോബ്ലം ചെയ്യാം. അതായത് 5ൽ എൻഡ് ചെയ്യുന്നു, അതുകൊണ്ട് ഡബിൾ എടുക്കണം. 8ൽ എൻഡ് ചെയ്യുന്നു, അതുകൊണ്ട് ഹാഫ് എടുക്കണം. ആ ഒരു രീതിയിൽ നിന്ന് മാറി 25 പോലുള്ള നമ്പേഴ്സിനെ നമുക്ക് ഇനിയും പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? 25നെ നമ്മൾ നോർമലി എങ്ങനെയാ ചെയ്യുന്നത്? 25ന്റെ ഡബിൾ എടുത്തു, 8ന്റെ ഹാഫ് എടുത്തു, 5 into 4 20 എഴുതിയിട്ട് ഒരു സീറോയും കൂടെ കൊടുത്ത്. എന്നാൽ നമുക്കറിയാം 25 into 4 എന്ന് പറയുന്നത് 100 ആണ്. അത് വെച്ചിട്ടും കൂടെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ ഒന്ന് ചെയ്ത് നോക്കാം. 25 into 4 is equal to 100 അല്ലേ? അപ്പൊ 25ന്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ 100 അല്ലേ? സോ ഈ 25 into 8 എന്ന് പറഞ്ഞാൽ 25 into 8 എന്ന് പറഞ്ഞാൽ 25 into 4 into 2 അല്ലേ? അപ്പൊ ഇത് 100 ആണെങ്കിൽ ബാലൻസ് 200 എഴുതിയാൽ പോരെ? അതായത് 25നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 2. എന്നിട്ട് 2 സീറോ കൊടുത്താൽ മതി. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 കിട്ടും. എന്നിട്ട് 2 സീറോ കൊടുത്താൽ മതി. ഒരു എക്സാമ്പിളോട് നോക്കാം. കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിളോട് നോക്കാം. ഇവിടെ എന്ത് വരും? 25 into 60. നിങ്ങൾക്ക് നേരത്തെ പോലെ ഡബിളും ഹാഫും എടുത്ത് ചെയ്യാം. 50ഉം 8ഉം ആയാലും മതി. 400 കിട്ടും. ഓക്കെ, പക്ഷെ എങ്ങനെയാണ് 25 വരുന്നത് കൊണ്ട്? കാരണം ഇതിന്റെയൊക്കെ 125ന്റെ ട്രിക്ക് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ 25 into 100 എന്നുള്ളത് നമ്മൾ എത്രമാത്രം യൂസ് ചെയ്യുന്നു അതാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതുപോലെ 125 into 8നെ യൂസ് ചെയ്യുന്ന ട്രിക്സ് കുറെ കാര്യങ്ങളുണ്ട്. 125ന്റെ മൾട്ടിപ്ലിക്കേഷൻ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ കൂടെ വന്നാൽ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, കിട്ടിയോ ആൻസർ? 25 into 16 ചെയ്യാനായിട്ട് 16നെ 8 കൊണ്ട് ഡിവൈഡ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 അല്ലേ? 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 അല്ലേ? 4 ഇട്ടിട്ട് 2 സീറോ കൊടുത്താൽ മതി. 400. മനസ്സിലായോ? 25നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 400 കൊടുക്കുക. എന്നിട്ട് 2 സീറോ കൊടുത്താൽ മതി. 4 into 100. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ 25 into 32. ഒന്ന് പെട്ടെന്ന് ചെയ്തേ. 25 into 32 ഇതേ മോഡലിൽ ഒന്ന് ചെയ്തേ. എത്ര കിട്ടി? 25 into 32. 25 into 32 എത്ര വരും? 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 into 4 അല്ലേ? അപ്പൊ 800 അല്ലേ? മനസ്സിലായോ? സിംപ്ലി അങ്ങനെ ആലോചിച്ചൂടെ? 25 into 4 എന്ന് പറഞ്ഞാൽ 100.
25 into 8 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ 4 into 2 അല്ലേ, സോ 200. 25 into 16 ആവുമ്പോൾ 16 എന്ന് പറഞ്ഞാൽ 4 into 4 അല്ലേ, അപ്പൊ 400. 32 കൊണ്ട് 25 മൾട്ടിപ്ലൈ ഉണ്ടെങ്കിൽ 8 into 4 അല്ലേ, സോ 800. അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെ, 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 ആണ്, സോ 800. ക്ലിയർ ആണോ? ഓക്കെ ആണേ. അപ്പൊ 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കും പഠിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ പെട്ടെന്നൊന്ന് ചെയ്തേ. ഇതുപോലുള്ള മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സുകളായിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യാനുണ്ട്. കുറേ ട്രിക്സ് പഠിച്ചു കഴിയുമ്പോൾ സ്പീഡ് മാത്സ് സെറ്റ് ആവും. സ്പീഡ് മാത്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ടൈം കുറയും, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ടിൽ എത്താൻ പറ്റും. ഓക്കെ, 25 into 44 അല്ലെ, 25 into 44 എങ്ങനെയാ ചെയ്യുന്നത്? 25 into 44. അപ്പൊ ഈ ട്രിക്സ് ഒക്കെ അറിയാവുന്നതിൽ മസ്റ്റ് ആയിട്ടും നെക്സ്റ്റ് വീഡിയോ കാണാം, അതിൽ പുതിയ ട്രിക്സ് വരുന്നുണ്ട്. ഓക്കെ, 25 into 44 എന്താ വരാ? 44 എന്ന് പറഞ്ഞാൽ 11 into 4 ആണ്. സോ 11 into എന്ത് ചെയ്താൽ മതി? 100 കൊടുത്താൽ മതി. 11 into 100 1100 അല്ലെ. (44 by 4) എന്ന് പറഞ്ഞാൽ 11 ആണ്, സോ 1100. മനസ്സിലായോ? അല്ലെങ്കിൽ 25ന്റെ ഡബിൾ എടുക്കുക, 44ന്റെ ഹാഫ് എടുക്കുക. ഇങ്ങനെ ചെയ്താലും അപ്പൊ എത്ര വരും? 1100. പക്ഷെ അതിലും എളുപ്പമല്ലേ, ഡബിൾ എടുത്തിട്ട് ഹാഫ് എടുത്തിട്ട് പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കും കൂടെ അറിയാമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കും കൂടെ അറിയാമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് നോക്കാവേ. 11 into 32 എങ്ങനെ ചെയ്യാം? 11 into 32, 11നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പൊ 11നെ ഇവിടെ 32 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 11നെ 32 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ 3 എഴുതുക, 2 എഴുതുക. 32നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ 3യും 2യും കൂടെ ആഡ് ചെയ്ത് മിഡിൽ എഴുതിയാൽ മതി. സോ 3 + 2 എന്താണ്? 5. അപ്പൊ എന്ത് വരും? 352. മനസ്സിലായോ? 11നെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 32 ആണെങ്കിൽ 3 2 എഴുതിയിട്ട് ആഡ് ചെയ്ത് മിഡിൽ എഴുതാം. എക്സാമ്പിൾ വേറെ ഒരെണ്ണം നോക്കാം. 11 into 43. ഇതുപോലെ ആൻസർ പറഞ്ഞേ. 473 കിട്ടിയോ? 43 എഴുതുക, 4ഉം 3യും കൂടെ ആഡ് ചെയ്ത് നടുക്ക് എഴുതുക. 473. ഓക്കെ അല്ലേ? 473. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 11 into 75. (11 into 75). ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, 7ഉം 5ഉം എഴുതിയിട്ട് 7ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 12 ആ വരുന്നത്. നമുക്ക് ഒരു ഡിജിറ്റ് എഴുതാനല്ലേ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പം 34 into 11 ചെയ്തപ്പോൾ 3യും 4ഉം കൂടെ ആഡ് ചെയ്താൽ ഒരു ഡിജിറ്റേ ഉള്ളായിരുന്നു. 52 into 11 ചെയ്താൽ 5ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ ഒരു ഡിജിറ്റേ ഉള്ളൂ. 12 into 11 ചെയ്താൽ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ ഒരു ഡിജിറ്റേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താ, 75 into 11 ആ. അപ്പൊ 7 എഴുതി, 5 എഴുതി, 7 + 5 എന്ന് പറയുന്നത് 12 ആണ്. ആ 12ൽ 2 ഇവിടെ എഴുതിയിട്ട് ബാലൻസ് 1 ഇവിടെ ആഡ് ചെയ്യാൻ മറക്കല്ല. സോ 5 2 8 എന്ന് വരും. 825. എന്താ എഴുതിയേ? 7 എഴുതി, 5 എഴുതി, 7 + 5 12 ആണ്. ആ 1ഉം കൂടെ ആഡ് ചെയ്ത് വേണം എഴുതാൻ. സോ 5 2 8 825 എന്ന് വരും. ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം അതേ മോഡല്. 11 into 56. 11 into 56 എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. 5 എഴുതാം, 6 എഴുതാം, ആഡ് ചെയ്ത് മിഡിൽ എഴുതുമ്പോൾ 1 മാത്രം എഴുതിയിട്ട് 1 ഇപ്പുറത്തോട്ട് എഴുതാം. 16 വരും അല്ലെ, 616 വരും. കിട്ടിയായിരുന്നോ? 616 കിട്ടിയോ? 5 എഴുതുക, 6 എഴുതുക, 5 + 6 11 ആണ്. സോ നമുക്ക് 616 വരും. ഓക്കെ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 11 into 68. പെട്ടെന്നൊന്ന് പറഞ്ഞേ. 11 into 68 എന്ത് വരും? 6 എഴുതുക, 8 എഴുതുക,
6ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ 14 ആണ്. 4 എഴുതാ, 1 ഇങ്ങോട്ട് റിമൈൻഡർ ആയിട്ട് എഴുതാം. 6 748 748. ഓക്കെ, 248 വരെ. അപ്പൊ 3 ഡിജിറ്റ് വന്നാലോ? 2 ഡിജിറ്റ് എളുപ്പം ഉണ്ടായിരുന്നു അല്ലെ? 11 ഇൻറ്റു ഒരു 34 വല്ല വന്നപ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാ ചെയ്ത? 3 എഴുതി, 4 എഴുതി, ആഡ് ചെയ്ത് നടുക്ക് എഴുതി. റിമൈൻഡർ വല്ല ഉണ്ടെങ്കിൽ പുറത്തോട്ട് എഴുതി ആഡ് ചെയ്തു, അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇനി 3 ഡിജിറ്റ്സ് വന്നാൽ എന്താ ചെയ്യാ? 3 ഡിജിറ്റ്സ് വന്നാൽ എന്താ ചെയ്യാ? 123 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലെ? 123 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് 2 ഡിജിറ്റ് 34 ആയിരുന്നപ്പോ 3ഉം 4ഉം എഴുതിയില്ലേ? അതുപോലെ 1ഉം 3ഉം ഫിക്സ് ചെയ്യാം. 1ഉം 3ഉം ഫിക്സ് ചെയ്യാം. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും എഴുതി. എന്നിട്ട് 3 + 2 എത്രയാ? 5. 2 + 1 എത്ര? 3. ഇങ്ങനെ എഴുതിയാൽ മതി. 1353. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 11 ഇൻറ്റു 2 3 4 എന്ത് വരും? 11 ഇൻറ്റു 2 3 4 234. 11 ഇൻറ്റു 234 മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞേ, ഫസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. എന്ത് ചെയ്തു? 2 എഴുതി, 4 എഴുതി, 4 + 3 7, 3 + 2 5. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? തെറ്റല്ലേ? അപ്പൊ ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിനൊന്നും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യത്തില്ലല്ലോ ഒരുപാട്. ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിനൊന്നും സമയം സ്പെൻഡ് ചെയ്യത്തില്ലല്ലോ. 25 ഇൻറ്റു 44 നമ്മൾ പറഞ്ഞതാ അല്ലെ? 25 ഇൻറ്റു 44 നമ്മൾ പറഞ്ഞതാ. 25ഉം 44 ഇവിടെ നമുക്ക് 11ന്റെ ട്രിക്ക് ആവശ്യമില്ല, കാരണം 25 4s are 100 ആണ്. പിന്നെ 44നകത്ത് ഒരു 4 ഉണ്ടായിട്ട് 400. 25ന്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ കിടപ്പുണ്ടെങ്കിൽ 36 ആണെന്ന് വെച്ചാൽ 36നെ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 ഇൻറ്റു 4 36, എന്നിട്ട് 0 കൊടുക്കുക. 900. 36/4 9 ആണ്, സോ 900. ഇതേ ക്വസ്റ്റ്യൻ 125 ഇൻറ്റു 8 ആണെങ്കിൽ എന്ത് വരും? 125 ഇൻറ്റു 8 എത്ര? നിങ്ങൾക്ക് അറിയാമോ? 25 ഇൻറ്റു 4 100 എന്ന പോലെ തന്നെ 125 ഇൻറ്റു 8 എന്ത് വരും? 125 ഇൻറ്റു 8 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ. 1000 വരും അല്ലെ? അതുകൊണ്ട് തന്നെ 125ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ നമുക്ക് എളുപ്പം ചെയ്യാം. 125 ഇൻറ്റു 16 ആണ്, നിങ്ങൾ എന്ത് ചെയ്യണം? 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്, സോ 3 0 കൊടുക്കണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 0 കൊടുക്കണം 25 ആണെങ്കിൽ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 0 കൊടുക്കണം 125 ആണെങ്കിൽ. അടുത്ത ട്രിക്ക് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 125 ഇൻറ്റു 32 എന്ത് വരും? 125 ഇൻറ്റു 32 എന്ത് വരും? പെട്ടെന്ന് പറഞ്ഞേ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന? 4, so 4000. 125 ഇൻറ്റു 48 എന്ത് വരും? 125 ഇൻറ്റു 48 എന്ത് വരും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 ഇൻറ്റു 8 അല്ലേ 48, അപ്പൊ 6 ആണ്, സോ 6000. മനസ്സിലായോ? 125 ഇൻറ്റു 72 എന്ത് വരും? 9 ഇൻറ്റു 8 ആ 72, സോ 9000. അതായത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 3 0 കൊടുക്കുക. 125 ആണ് കൂടെ പെയർ ചെയ്യുന്നത്. ഇതുപോലെ കുറേ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. 25ന്റെ കണക്ക്, 125ന്റെ കണക്ക്, വേറെയും കുറെ നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാവേ. ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.